ഉറങ്ങുന്നത് കുറ്റാണോ? ഉറങ്ങിപ്പോകുന്നത് സ്വാഭാവികമല്ലേ? ആരുടെയും കുറ്റമൊന്നുമില്ലല്ലോ. പക്ഷേ ഉറങ്ങിയെണീച്ച് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ജാങ്കോ നമ്മൾ പെട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഈസി ആയിട്ട് ഒരു സൂത്രപ്പണി കണ്ടുപിടിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. അതാണ് ഈസി ആയിട്ട് വല്ല ഉണ്ടാക്കുന്ന സ്മൂത്തി. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്തായാലും 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുക്കൂലേ? അപ്പം വിശന്ന് പണ്ടാറടങ്ങാൻ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് ഈ 10 മിനിറ്റിൽ റെഡിയാവുന്ന സ്മൂത്തി ഉണ്ടാക്കുന്നത്. ഹെൽത്തിയും ആണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമ്മുടെ വിശപ്പിന് നല്ല ഒരു ആശ്വാസമായിരിക്കും. ട്രസ്റ്റ് മീ. വെയിറ്റ് കുറയ്ക്കാനും വയറ് കുറയ്ക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ ഡെയിലി സ്മൂത്തി അടിക്കാതെ നോക്കിക്കൊള്ളണം. അപ്പം ഇടിയപ്പം പുട്ടൊക്കെ കഴിക്കാം. എന്താണ് ചെയ്യുന്നത് കൂട്ടുകാരെ? ഈ പസിക്കുന്നത് കൂട്ടുകാരെ ഇപ്പങ്ങളാവോ? ഇത് നട്ട്സ് വേറെ. ഇപ്പം നട്ട്സ് ബദാമായുള്ള ഉള്ളൂ. ഇന്ന് ബദാം നമ്മൾ പൊടിച്ചിടുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കണേ. അപ്പം സ്മൂത്തിയുടെ കൂടെ നട്ട്സൊക്കെ പൊടിച്ചിടുകയാണെങ്കിൽ അത് അരയാൻ എളുപ്പമുണ്ട്. മറ്റത് അരയത്തില്ല. കടിച്ചും കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. സോ ഇന്ന് ആക്ച്വലി ഒരു ഹെൽത്തി സ്മൂത്തി ഉണ്ടാക്കുന്ന പ്ലാന്. വേറെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇടിയപ്പം ആണ് ഉണ്ടായിരുന്നത്. അതും ഇതും ആണ് കഴിക്കാതെ പ്ലാൻ. നമ്മള് ഹെൽത്ത് നോക്കണ്ടേ? ഹെൽത്ത് ആണല്ലോ മുഖ്യം. അടുത്തത് ഇതെന്താണ്? തേങ്ങ ടെൻഡർ. ഇന്ന് കരിക്കുള്ളതുകൊണ്ട് കരിക്കെടുത്ത്. ഇത് ഇല്ലെങ്കിൽ ഒന്നും എടുക്കൂലേ? ഇല്ലെങ്കിൽ പഴം എടുക്കും. പപ്പായം. ഇത് മൊത്തം കേക്കിന് ബാക്കി വന്നതാണ് നമ്മൾ യൂസ്ഫുൾ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ എന്നും ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല കേട്ടോ. എവിടെ ഓക്കെ അതാണ് കറക്ക് കേക്കിന് ബാക്കി വന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെ. അടുത്ത ചെയ്യുന്നത് ഡേറ്റ്സ് പിച്ചി ഇടുന്നു. പിച്ചി ആക്ച്വലി ഇത് എത്ര മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും ഇത് സ്മൂത്തി? ശരിക്കും ഒരു 10 മിനിറ്റ് മതിയല്ലേ? ഡേറ്റ്സ് ആവും. പക്ഷെ സ്മൂത്തി ആവോ? അടിച്ചാ മതിയല്ലേ? ബാക്കി പാൽ അടക്കണം. വേറെ എന്താണ് അടക്കണ്ട? പാലും പിന്നെ മധുരത്തിന് തേന് അടക്കം. ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം മധുരം കാണും. കാരണം ചിലപ്പോ ഞാൻ തേൻ ഒഴിക്കാൻ മറന്നാലും സ്മൂത്തിക്ക് മധുരം ഉണ്ടാവാറുണ്ടല്ലേ? അപ്പൊ മനസ്സിലായി തേൻ ആഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് തേന് ഓർത്ത് ആഡ് ചെയ്യാം. ചില സമയം കുരു ഇതിനകത്ത് ഉപ്പ് ഡേറ്റ്സ് നൈസ്. എത്ര ഇടണ അങ്ങനൊന്നും ഇല്ലല്ലേ? വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ തീർക്കാം, ഇല്ലെങ്കിൽ കുറച്ചിടാം. എങ്ങനെയാണ്? 9-10 ഇടാറുണ്ട്. കാരണം ഇതിപ്പോ വേറൊന്നും ഇല്ലല്ലോ. സാധാരണ വേറെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ബ്ലൂബെറി മറ്റേ ഡ്രൈഡ് ബ്ലൂബെറി മറ്റേ ക്രാൻബെറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡേറ്റ്സ് കുറച്ച് കുറയ്ക്കും. ഇതിപ്പം വേറെ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഡേറ്റ്സിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇടാം. നല്ല. പിന്നെ ഒരു കാര്യം, ഇതിപ്പോ ഡേറ്റ്സ് തീർക്കേണ്ട ആവശ്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് എക്സ്പയറി ഡേറ്റ് ആവാറായി. നമ്മൾ ഓഫറിൽ വാങ്ങിച്ചപ്പോൾ അങ്ങ് മേടിച്ചതുകൊണ്ട് പിന്നെ ചിലവും ഉണ്ടായിരുന്നതുകൊണ്ടും പിന്നെ നമ്മളിപ്പം ആക്ച്വലി ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടും പിന്നെ ചുമ്മാ എത്ര ഇടാൻ പോകുന്നത് ചെഫ്? മറ്റൊരു കൗ ചെഫ് 9. 9 ലക്കി നമ്പർ. ഇത് വെച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അപ്പപ്പ ഇങ്ങനെ ഡിസും എന്നെ അടിക്കാനുള്ളതാണ് കൂട്ടുകാരെ. എന്നെ അടിക്കാനുള്ളതാണ്. എന്നെ ഇവിടെ രക്ഷപ്പെടുത്തോ? ഇനി എന്താ ചെയ്യാൻ പോണത്? നമ്മളെ പൊടിച്ചു വെച്ച നട്ട്സ് അതും കൂടെ ആഡ് ചെയ്യാം. ഇതിലെന്തൊക്കെയാണുള്ളത്? ഇതില് നട്ട്സും ബദാം പിസ്ത വേണമെങ്കിൽ ഇടാന്ന്. പക്ഷെ ഇന്ന് ഓർത്തില്ല. കാഷ്യൂ ഇല്ല ഇപ്പൊ ഇവിടെ. പിസ്തയും കാഷ്യൂ ഒക്കെ ഇടാം. ഇന്നിപ്പോ ബദാം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. കറുക്കായതുകൊണ്ടാണ് ബാക്കി ഇടാത്തല്ലേ? ബനാനയും ബ്ലൂബെറി അങ്ങനത്തെ സാധനം ഇടാത്തത് കരിക്കായോണ്ടാണ്. കുഴപ്പമില്ല ഇട്ടാലും. പക്ഷെ കരിക്ക് ഇങ്ങനെ കഴിക്കുന്നത് മറ്റേ കരിക്ക് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് എന്നൊക്കെ പറഞ്ഞു കുടിക്കും. പാൽ വെട്ടുക, പാൽ കാറ്റേ.
ഒഴിക്ക് പാലിൽ ആവശ്യമില്ല. മിക്സ് ആയിട്ട് മറ്റേ പാല് ഒഴിക്കാം. കൂടിപ്പോയാൽ പിന്നെ അരയൂല. ഇപ്പൊ കിട്ടുവേ 5 മിനിറ്റ്സിൽ കിട്ടുമോ ബ്രേക്ക്ഫാസ്റ്റ്? കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കും. ഇൻഗ്രീഡിയൻസ് കുറവല്ലേ. അപ്പൊ തേൻ ഒഴിച്ചു കൊടുക്കല്ലേ. അതിനും കൂടുതലേ ഡേറ്റ്സ് തേനൊക്കെ വെച്ചാൽ കുഴപ്പമില്ല. എന്റെ പുതിയ ഹെയർ കട്ട് എങ്ങനെയുണ്ട്? ബസ് കട്ടാണ് ഇതിന്റെ പേര്. കൊള്ളാല്ലേ. ഇനി ഒരു 5-6 മാസത്തെ മുടി വെട്ടണ്ട. ലൂസായ അപ്പൊ എന്താവണം? പാലിനി ഇത് അരഞ്ഞിട്ടില്ല, അപ്പൊ കുറച്ച് പാല് മാറ്റാം. അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും പാല് മാറ്റി കുറച്ചുകൂടെ മിക്സ് ചെയ്യണം, കുറച്ചുകൂടെ അടിക്കണമല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. നമുക്ക് ഇതാണ് കുടിച്ചാൽ ബാക്കിയൊക്കെ കടിച്ചു കുടിക്കുക. അതൊക്കെ ഇതിപ്പോ എടുത്തല്ലേ ഉള്ളൂ. അപ്പം ഏത് കരിക്കോ? അപ്പം നേരത്തെ അടിച്ചു വയ്ക്കണം കൂട്ടുകാരെ, നേരത്തെ എടുത്ത് വയ്ക്കണം. എവറി മിസ്റ്റേക്ക് നമ്മൾ പുതിയ പാഠം പഠിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പഠിച്ചത്? അതെ, ഇങ്ങനൊക്കെ ഞാൻ ചെയ്തിട്ട് പോലും ഇല്ല കൂട്ടുകാരെ. അപ്പൊ ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ നോക്കണം. കൺസിസ്റ്റൻസി കുറച്ച് മാറി. ടപ്പടപ്പേന്ന് വെള്ളം പോലെ വന്നോണ്ടിരുന്നതേ കുറച്ച് മാറി. അപ്പൊ ഇത് അരഞ്ഞു കാണും. കളർ മാറിയോ? ഡേറ്റ്സ് ഒക്കെ അറിഞ്ഞു. വാവ്, പിസ്ത പോലെ ഇരിക്കാണ്. പിസ്ത ഏത് കളറ്? ഗ്രീൻ കളർ. ഇത് ഗ്രീൻ അല്ലേ? ഇത് ബ്രൗൺ ആണോ? ഇത് ബീജ് അല്ലേ? ബീജ്. പിങ്ക് എന്ന് പറയാത്ത പോലെ. സീരിയസ് ആയിട്ട് ബീജ് പോലെയല്ലേ? ബീജ്. ഓരോ പാലും വേസ്റ്റ് ആക്കാൻ പാടില്ല, മനസ്സിലായി? അത് നമ്മൾ കുടിക്കൂല്ലേ? അതിലേക്കല്ലേ മൊത്തം ട്രാൻസ്ഫർ ആണ്. പശുവിന് കഷ്ടപ്പാട്. കുറച്ച് സമയമായി. ഞാൻ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അയ്യോ കൂട്ടുകാരെ, അയ്യോ കുടിച്ചത്. ടെസ്റ്റർ കേക്ക് ആണ്. എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേക്ക് പറയുന്ന അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. മതി. ഉള്ളത് കിട്ടിയാ മതി. ആപ്പിൾ വേണ്ടേ? അപ്പം ഇത്ര മതിയാ? ഇൻഗ്രീഡിയൻസ് കുറവാ. ഓ, അപ്പം ഇച്ചിരി പാൽ കരിക്കും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിന്ന് ഇടിയപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ തിക്കാവാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഭയങ്കര ലൂസായി പോകും. കരിക്ക് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഡേറ്റ്സ് അതനുസരിച്ച് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഡേറ്റ്സ് മാത്രം ആഡ് ചെയ്താൽ കുറച്ചുകൂടെ കുറുകും. കരിക്കും വേണം. ഇതിപ്പോ നല്ല കുറച്ചല്ലേ ഉള്ളൂ, സാധാരണ കുറച്ചുകൂടെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പഠിച്ചു കരിക്ക് കേക്കിന് എത്ര കരിക്ക് വേണം. പഠിച്ചാ? കട മാറിയ സീനാണ്. സ്ഥിരം ഒരു കടയിലാകുമ്പോ അങ്ങനെ നമ്മൾ സ്കൂട്ടി ആൻഡ് ഇന്നലത്തെ 3 ഇടിയപ്പത്തിന്റെ ബാക്കിയും കഴിക്കാൻ പോവാണ് കൂട്ടുകാരെ. അങ്ങനെ ഫൈനലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ലളിതം സുന്ദരം. 3 ഇടിയപ്പമല്ലേ ഉള്ളൂ. അതാണ് 2 പാത്രം വേണ്ട, 1 പാത്രം മതി. അതെ. ആഫ്റ്റർ മാരേജ് വി ആർ ലേണിംഗ് ദ PhD ഓഫ് മാരേജ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. മാരേജ് ആയോണ്ടല്ല, വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ. സ്വന്തം കാല് സ്വന്തം കാലിൽ നിൽക്കുമ്പോ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടാ. ബസ് ഹോട്ടൽ ഫുഡ് പറ്റില്ല. അത് പറ്റില്ല.
കൊള്ളല്ലേ, നൈസ് ആൻഡ് വണ്ടർഫുൾ. ഇതിലൊരു 2-3 പ്രാവശ്യം നമ്മളെ കുടിക്കും. ഇതില് എന്താണ് ഇത് എങ്ങനെ പഠിച്ചത്? സ്മൂത്തി പഠിച്ചത് അബ്രാമി എപ്പോഴും പറയായിരുന്നു സ്മൂത്തി അടിക്കാൻ എളുപ്പമാണ് ഗായത്രി, അതെങ്ങാണ് ചെയ്താൽ മതി ഇതൊക്കെ. അപ്പൊ ഞാൻ എങ്ങനെ എന്ത് ചെയ്യൂല. എന്നിട്ട് ഇപ്പൊ ഇടയ്ക്ക് വെച്ചാണ് എന്നാ പിന്നെ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ ആളെ വിളിച്ചപ്പോ അവള് പറഞ്ഞത്. പിന്നെ പറഞ്ഞ ഇവർ രണ്ടുപേരും സ്മൂത്തി അടിച്ച് കുടിക്കാറുണ്ട്. അപ്പൊ സ്മൂത്തി ആണല്ലേ, അങ്ങനെയല്ല, ഹെൽത്തി ഓപ്ഷനാണ്, നമുക്ക് എളുപ്പമാണ്, ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആക്കാം, എളുപ്പമാണ്, എളുപ്പത്തിൽ കാര്യവും നടക്കും, അരി ഉണ്ടാ പിടിക്കണ്ട ഒന്നും ചെയ്യണ്ടല്ലോ. സത്യം. അങ്ങനെയാണ് സ്മൂത്തി പഠിച്ചത്. താങ്ക്സ് ടു അഭിരാമി ആൻഡ് അപർണ വിനോദ്, മൈ ലൈഫ് ചേഞ്ചർ, മൈ ലൈഫ് സേവർ. ഇല്ലെങ്കിൽ ഈ മൂന്ന് ഇടിയപ്പത്തിൽ ഇത് അവക്ക്, ഇതെനിക്ക്, ഇത് അവക്ക്, അങ്ങനെയൊക്കെ സാരിങ് ആയിരുന്നു. അപ്പോൾ സ്മൂത്തി ഉള്ളതുകൊണ്ട് ഇച്ചിലൂടെ ഹെവി ആയിരിക്കും ഫുഡ്. അതാണ്. താങ്ക് യു. പിന്നെ സ്മൂത്തി എളുപ്പമല്ലേ, വേറെ അളവൊന്നും നോക്കണ്ട, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്താൽ മതി, ഇത്രേ ഉള്ളൂ. അതെ, ആഡ് ആക്കിയാൽ മതി, പക്ഷെ ആഡ് ആക്കണമല്ലോ. വീഡിയോ എങ്ങനെ ഉണ്ടായെന്ന് പറയൂ. അപ്പോൾ ഇതേപോലെ വീഡിയോസൊക്കെ എടുക്കാനാണ് പ്ലാന്, അല്ലേ കൂട്ടുകാരെ? അപ്പോൾ ചിയേഴ്സ് കൂട്ടുകാരെ. ടിഷ്യൂം കിട്ടിയാന്തോ.